ചരട് അന്ധവിശ്വാസമാണോ അതോ ആത്മധൈര്യമാണോ? ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും അരയിലും കയ്യിലും കാലിലും എവിടെയൊക്കെ ചരട് കെട്ടാമോ അതൊക്കെ അന്വേഷിച്ചിട്ടാണ് മലയാളികൾ നടക്കുന്നത്. ആക്ച്വലി ഇത് അവരുടെ ഈ ഒരു ഇൻസെക്യൂരിറ്റിയുടെ പ്രശ്നമാണോ അതോ ഒരു ആത്മവിശ്വാസ കുറവിൻ്റെ ആണോ? അന്ന് ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ അരുവിപ്പുറത്തൊരു പ്രതിഷ്ഠ നടത്തി. ആ പ്രതിഷ്ഠ എന്തിനു വേണ്ടിയായിരുന്നു? ബ്രാഹ്മണർക്ക് മാത്രമേ വിഗ്രഹ പ്രതിഷ്ഠ നടത്താൻ കഴിയൂ എന്നൊരു അന്ധവിശ്വാസത്തെ പൊളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ പ്രതിഷ്ഠ നടത്തിയത്. ശ്രീനാരായണ ഗുരു ബലിദാനം നടത്തിക്കൊണ്ടിരുന്ന ദേവതകളെ വിളിച്ചിരുന്നത് കാളികൂളികൾ എന്ന് വിളിച്ച് അപമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ജന്തുക്കളെ ബലിദാനം കൊടുക്കുന്ന സാഹചര്യം ഇല്ലാതെയായി. നമ്മളിപ്പോൾ ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിനെപ്പോഴും നമ്മുടെ തലച്ചോറ് നൽകുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. ഓക്കെ, അതിപ്പോൾ ചരട് കെട്ടുന്നതാണെങ്കിലും വിശ്വാസമാണെങ്കിലും അന്ധവിശ്വാസമാണെങ്കിലും അതെല്ലാം പേഴ്സണലൈസ്ഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നില്ല, പക്ഷേ നല്ലൊരു ശതമാനം വരെ ഇതിൻ്റെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ഭയമാണ്. ഞാൻ വിശ്വാസവും ഇതുമായിട്ട് കൂട്ടിക്കലർത്തുന്നില്ല. അതിൻ്റെ പിന്നിൽ ശരിക്കും രാഷ്ട്രീയം തന്നെയാണെന്നുള്ള എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ജനിച്ച കുട്ടിക്കൊരു ചരട് കെട്ടുക, താലി കെട്ടുക, ഇതൊന്നും ഇന്നലെ പൊട്ടിമുളച്ച ഒരു ആചാരമൊന്നുമല്ല. ഇതിന് പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിൽ ശരിക്കും ഒന്നുമില്ല. അത് അവനവനൊരു കോൺഫിഡൻസ് തരുന്നു. ഒരു ചരടെങ്കിൽ കെട്ടിക്കോട്ടെ, അതിനിപ്പോൾ ആർക്കാ ബുദ്ധിമുട്ട്? ഞാൻ കുറേ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. അപ്പോൾ അവിടെ ചില കുട്ടികൾ കണ്ടിട്ടുണ്ട്, അവർക്ക് തീരെ ഈ പറഞ്ഞ പോലെ തീരെ കോൺഫിഡൻസ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അവരെ ചിലപ്പോൾ രാത്രി ഒരു 11 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും മാം എനിക്ക് ടെൻഷൻ ആവണമെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ചിലപ്പോൾ അതൊരു ചരടിൽ മാറുന്നതായിരിക്കാം. ഞാൻ എന്നിട്ട് ഹസ്ബൻഡ് പറഞ്ഞു, നീ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ഇടുക്കി സ്കോപ്പ് ഉണ്ടായേനെ. 2 പേര് വന്ന് എന്നെ കൃപാസനം അടുപ്പിച്ച് കുടിക്കാനും എന്തൊക്കെയോ ചെയ്യാനും ശ്രമിച്ചു. ഞാൻ ഇറങ്ങി ഓടി 5ാമത്തെ നിലയിൽ വെച്ച് അവരെ പിടികൂടി. അപ്പോൾ അവർ നിങ്ങളുടെ ഈ അഹങ്കാരം കാരണമാണ് നിങ്ങളുടെ ഭർത്താവിന് ഇത് വന്നത്. ഇന്ന് സ്ത്രീപക്ഷത്തിൽ ചർച്ച ചെയ്യുന്നത് ചരടിനെ പറ്റിയിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് പത്മജ മാഡത്തോട് ചോദിക്കാം. കാരണം മാഡത്തിന്റെ കയ്യിലാണ് ഞാനിപ്പോൾ ഇവിടെ ചരട് കാണുന്നത്. പറയൂ മാഡം, എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം? അതെ, മോളിപ്പോൾ ചരടെന്നാണല്ലോ പറഞ്ഞേ. ചരട് എന്താണെന്നറിയോ? മോളുടെ താലി എന്തിലാണ് കോർത്തത്? ഞങ്ങൾക്കൊക്കെ താലി മഞ്ഞ ചരടിലാണ് കോർത്തുന്നത്. അതിൻ്റെ താലിയിൽ വിശ്വസിക്കുന്നുവെങ്കിൽ അതിൻ്റെതായ പവിത്രതയുണ്ട്. ചരട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്നത് ശബരിമലയിൽ ഞാൻ ഇത്തവണ ആദ്യമായിട്ട് പോയപ്പോൾ അവിടെ നിന്ന് മേൽശാന്തി പൂജിച്ചെന്ന ചരടാണ്. ഒരു വിശ്വാസത്തിന് വേണ്ടി കെട്ടിയിരിക്കുന്നു. ഇപ്പോൾ കേരളം എന്തോ കേരളം ഇന്ത്യയുടെ ഭാഗമല്ലേ? നിങ്ങൾ എന്താണ് എല്ലാം കേരളം എന്ന് പറഞ്ഞാൽ? കേരളത്തിന് പുറത്തേക്ക് മോൾ ട്രാവൽ ചെയ്തിട്ടില്ലേ? ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അതിൽ ആരുടെയും കയ്യിൽ ചരട് കണ്ടിട്ടില്ല. രക്ഷാബന്ധൻ എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ ഇപ്പോഴാണ് അതിനൊരു പ്രചാരം ലഭിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് ഈ രക്ഷാബന്ധൻ ഏതൊക്കെ സംസ്ഥാനങ്ങളിലുണ്ടായിരുന്നു? ഈ കേരളം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭാരതത്തിൻ്റെ ഭാഗമല്ല. ഇവിടെ എന്തോ ദൈവത്തിനെ മുറുക്കെ പിടിക്കുന്നു, അന്ധവിശ്വാസങ്ങളുടെ നാടാണ്, ആഭിചാരത്തിൻ്റെ നാടാണ്. ഇങ്ങനെയൊക്കെ ചെറിയ പെൺകുട്ടികൾ, അതും മോളെയൊക്കെ പോലെ നല്ല സ്റ്റൈലിഷ് ആയിട്ടിരിക്കുന്ന പെൺകുട്ടികൾ ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഇവിടെ ഇരിക്കുന്ന പലരുടെയും താലി, ആ ചേച്ചിയുടെ കഴുത്തിൽ താലിയുണ്ട്. മഞ്ഞ ചരടിൽ 3 ദിവസം കെട്ടി അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോയി മാറ്റിയിട്ടാണ് സ്വർണത്തിൻ്റെ മാലയിലേക്ക് താലി മാറ്റുന്നത്, ചരട്. അപ്പോൾ ഇങ്ങനെ തരം ഒരു ലഘൂകരിച്ച് അല്ലെങ്കിൽ ഒരു വേണ്ടാത്തൊരു കാര്യമായിട്ട് ചരട് എന്ന വാക്കിനെ ഉപയോഗിക്കരുത്. പിന്നെ ഇത് ഓരോരുത്തരുടെയും വിശ്വാസമാണ്. അവിടെ പോയിട്ട് മേൽശാന്തി തന്ന് പൂജിച്ച് സ്നേഹപൂർവ്വം തന്നൊരു കാര്യം എനിക്ക് വേണ്ടടോ, ഞാനൊരു അവിശ്വാസിയാണ്, ഞാൻ അന്ധവിശ്വാസി അല്ല എന്നും പറഞ്ഞിട്ട് മാറ്റിക്കളയോ? വളരെ ഭവ്യതയോടെ ഭക്തിയോടെ ശ്രീ അയ്യപ്പൻ തന്ന ഒരു ഉപഹാരമായിട്ട് സ്വീകരിച്ച് ഞാൻ എൻ്റെ കയ്യിൽ കെട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് പല അന്ധവിശ്വാസമല്ല, നമുക്കതൊരു ധൈര്യമാണെന്ന് തന്നെ ചിലപ്പോൾ പറയാം. പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിൽ ഇവിടെ ഇത്രയധികം പ്രശ്നങ്ങളുള്ളപ്പോൾ രാത്രി തനിച്ച് പലപ്പോഴും സഞ്ചരിക്കേണ്ട വ്യക്തി എന്ന നിലയിൽ ചരടുള്ള ഒരു ആളെ കാണുമ്പോൾ സഹോദരനെ പോലൊരു വിചാരമാണ്. എൻ്റെ രക്ഷയ്ക്ക് ഉണ്ട് എന്നൊരു വിചാരം എനിക്ക് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഓഫ് ലൈറ്റ്, നേരത്തെ ഉണ്ടായിട്ടില്ല. നേരത്തെ ഇത്രയും ചരട് കെട്ടിയ രക്ഷാബന്ധൻ കെട്ടിയ സഹോദരന്മാരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമ്മൾ രക്ഷാബന്ധൻ്റെ സമയത്ത് നേവിയിലൊക്കെ പോയിട്ട് അവിടുത്തെ കമാൻഡിങ് ഓഫീസർക്ക് അവർക്ക് കൊടുക്കും. അവർക്കതൊരു വലിയ ഒരു കാര്യമാണ്. കാരണം അവർ രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് പറഞ്ഞ് നടുക്കടലിലേക്കാണ് ഇറങ്ങുന്നത്, നേവിയിലേക്ക്. എങ്ങനെ വരുന്നത്? അപ്പം നമ്മൾ വീട്ടിലെ കുറച്ച് സഹോദരിമാർ അല്ലെങ്കിൽ കുറേയധികം സഹോദരിമാർ ഒരു പരിചയമില്ലാത്ത ഞങ്ങൾ പോയി അദ്ദേഹത്തിന് ആരതി ഒഴിഞ്ഞ് ചരട് കെത്തിക്കൊടുക്കുമ്പോൾ അദ്ദേഹം എന്ത് അഭിമാനത്തോടെയാണ്. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ കുറേ കൈകൾ നീണ്ടു വരും.
അവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. പക്ഷേ ഒരു സഹോദരി നൽകുന്ന കരുത്ത്, ആത്മവിശ്വാസം. പണ്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, യുദ്ധത്തിന് പോകുമ്പോൾ ഭാര്യ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ സഹോദരിമാർ തിലകം, വിജയതിലകം അണിയിച്ച് അയക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ആ ഒരു മട്ടിലാണ് പ്രത്യേകിച്ചും സർവീസസിലുള്ള ആളുകൾ ഈ രാഖിയെ കൊണ്ട് രക്ഷാബന്ധൻ ആയിട്ട് രക്ഷാബന്ധനാണ് പലരുടെയും കയ്യിൽ കാണുന്നത്. പിന്നെ ഹിന്ദു വിശ്വാസം അനുസരിച്ചും എല്ലാ വിശ്വാസം അനുസരിച്ചും പല സ്ഥലങ്ങളിലും കെട്ടാറുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ് എനിക്കെതിരെ ആൾക്കാർ ഇടിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഞാനൊരു കുഞ്ഞിനെ എടുത്തു, കൊച്ചു കുഞ്ഞ്, 7 മാസം പ്രായമുള്ള. അപ്പം എൻ്റെ മേത്തിങ്ങനെ കയ്യിലിങ്ങനെ കുത്തിക്കൊള്ളണു. ഞാൻ പതുക്കെ ഇങ്ങനെ അവൻ്റെ ഇത് പോയി ചോദിച്ചു, എന്താണ് രഞ്ജിനി ഇത്? നോക്കുമ്പോൾ ഒരു കുരിശ്, യേശുവിൻ്റെ കുരിശ് അവൻ്റെ അരഞ്ഞാണത്തിൽ ഇട്ടേക്കാണ്. ആ കുഞ്ഞെങ്ങനെ കിടന്നുറങ്ങും? ഇതൊക്കെ പിന്നെ ഉരുണ്ടാണിരിക്കണേന്ന് പറയാം. ആ കുഞ്ഞിൻ്റെ അരയിൽ കുരിശ്. എല്ലാം വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പൊ രക്ഷാബന്ധം എന്ന് പറയുമ്പോൾ അതൊരു ട്രഡീഷനാണ്, നമ്മൾ കസ്റ്റമാണ്, കൾച്ചറാണ്, അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ചരടൊക്കെ കെട്ടി, ഇതില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, ഇതില്ലെങ്കിൽ എനിക്ക് പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റില്ല, കുബേർ കുഞ്ചി, അങ്ങനെ ഇത് ചുമ്മാ സ്റ്റൈലിനിട്ടതാണ്. സ്റ്റൈല്. അപ്പൊ അവരും സ്റ്റൈലിനിട്ടതായിരിക്കാം. അതാണ് വ്യത്യാസം. സ്റ്റൈലിനിട്ടായിരിക്കാം. അപ്പൊ സ്റ്റൈലിനിടാം, വിശ്വാസത്തിന്റെ പുറത്ത് അവിടെയൊക്കെ പോയിട്ട് വരുമ്പോൾ ഇതുപോലെ ഇതിനേക്കാളും സ്റ്റൈലിഷ് ആയിട്ടുള്ള ചരടുകൾ കിട്ടാറുണ്ട്. ഞാൻ ഇട്ടുകൊണ്ട് നടക്കാം. കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടുമ്പോൾ ഇങ്ങനെ അകത്തിയാൽ മതി, അത് മാറ്റി വെച്ച് അടുത്ത സ്റ്റൈലിഷ് ആയിട്ട്. സോ യു ക്യാൻ ഡു സംതിങ് ബട്ട് അതർ പേഴ്സൺ കനോട്ട് എന്ന് പറയുന്നത് ആരും ചെയ്യരുതെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇതിന്റെ പിന്നിലെ കളികൾ എന്താണ് നമുക്കറിയേണ്ടത്. പിന്നിൽ എന്താ കളി? ഇത് ചുമ്മാ സ്റ്റൈലിനിട്ടതാ. അപ്പൊ മാഡം വിശ്വാസത്തിന്റെ പുറത്താണല്ലോ. ഇത് തായ്ലാൻഡിൽ നിന്ന് കിട്ടിയ ചരടാണല്ലോ അത്. You started the discussion by saying that ചരട്. So that's also ചരട്. ഓക്കെ, ഇനി മനീഷയിലേക്ക് വരുമ്പോ നമുക്ക് ചരട് കെട്ടാറുണ്ടോ? കെട്ടാറില്ല. ഇപ്പൊ കൃപാസനം എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, നമ്മുടെ കലവൂരാണ്. ഒരുപാട് ഡിവോട്ടീസ് ഇപ്പൊ ഉണ്ട്. അപ്പൊ അവിടെ അവിടെ കുറച്ച് ചടങ്ങുകളുണ്ട്. അപ്പൊ അതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ചരട് കെട്ടുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു അമിതമായിട്ടുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ്, അതൊരു എന്തൊരു ധൈര്യം വരുന്ന പോലെയാണോ ഈ ചരട് കെട്ടുമ്പോൾ? അനുപമ, ഇത് ചരട്, നമ്മുടെ ടോപ്പിക് തന്നെ ഇതാണ്, ചരട് കെട്ടുന്ന കേരളം. ഈ ചരടിനെ നമുക്ക് അങ്ങനെ ഒരു തുലാസിൽ കൊണ്ടുപോയി തൂക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. ചരട് എന്ന് പറയുന്നതിനെ പല തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും സ്വാഭാവികമായിട്ടും. ചരട് ഇപ്പൊ അനുപമ കെട്ടിയിരിക്കുന്നത് പോലെ ഒരു സ്റ്റൈലിന് വേണ്ടി, ട്രെൻഡിന് വേണ്ടി കെട്ടുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ട്. ചരട് ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി കിട്ടുന്നവരുണ്ട്. ഇപ്പോ ബുദ്ധമത വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ചരട്, ചുവന്ന നൂല് എന്ന് പറയുന്നത് ഒരു അനുകമ്പയുടെ പ്രതീകമായിട്ടാണ് അവർ കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ചർച്ച ചെയ്യായിരുന്നു, ബൈബിളിൽ ചുവന്ന നൂലിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമല്ല, എങ്കിലും ചുവന്ന നൂലിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ 38-ാം അധ്യായത്തിൽ പറയുന്നു, ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. അപ്പോ ചരട് എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ഭാഗമായി കിട്ടുന്ന ആളുകളും ഉണ്ട്. പക്ഷെ മതം, വിശ്വാസം എന്നൊക്കെ പറയുന്നതിനെ അതൊരു മനുഷ്യന്റെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള, ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ് ആണ്. അപ്പൊ അതിനെ നമുക്ക് ആർക്കും ചോദ്യം ചെയ്യാൻ അവകാശമില്ല. ഇപ്പൊ ഒരു മനുഷ്യൻ അവന്റെ മതവിശ്വാസത്തിന്റെ ഭാഗമായി ഒരു ചരട് കെട്ടുന്നുണ്ടെങ്കിൽ അത് അവന്റെ വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ അവന്റെ വിശ്വാസമാണ്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടെ മതവിശ്വാസം അല്ലെങ്കിൽ ആചാരങ്ങളൊക്കെ മതവിശ്വാസത്തിന്റെ ഭാഗമായി നടക്കുന്നതെല്ലാം ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, മൗലിക അവകാശമാണെന്ന് അടിവരയിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രശ്നം എപ്പോഴാ, ഈ ചരട് തന്നെയാവണമെന്നില്ല, വിശ്വാസങ്ങൾ അത് അന്ധമായി പോകുമ്പോഴാണ് പ്രശ്നം. പക്ഷെ ഈ അന്ധവിശ്വാസത്തെ നിർമ്മാർജ്ജനം ചെയ്തെടുക്കുക, അല്ലെങ്കിൽ അന്ധവിശ്വാസത്തെ വിശ്വാസത്തിൽ നിന്ന് വേർപെടുത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു ശ്രമകരമായ ദൗത്യമാണ്. കാരണം എന്റെ വിശ്വാസം ഒരിക്കലും മറ്റുള്ളവന് ചിലപ്പോൾ അന്ധവിശ്വാസമാവാം, അല്ലെങ്കിൽ അവന്റെ വിശ്വാസം എനിക്ക് അന്ധവിശ്വാസമാവാം. മാത്രമല്ല വിശ്വാസങ്ങൾ പലതരത്തിലാണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെയാണ് ഒരു വിശ്വാസത്തെ അന്ധവിശ്വാസമായി കണക്കാക്കാൻ കഴിയുക എന്നുള്ളൊരു വലിയൊരു ചോദ്യമുണ്ട്. പക്ഷെ ഒരുവന് ഒരു തരത്തിലും ഉപകാരമില്ലാത്തതും മറ്റൊരുവന് ഉപദ്രവമായി തീരുന്നതും ശാസ്ത്രീയതയുമായി യാതൊരു ബന്ധവുമില്ലാത്തതും അല്ലെങ്കിൽ യുക്തിപരമായി ഒരു തരത്തിലും യോജിച്ചു പോകാൻ കഴിയാത്തതുമായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസങ്ങള് തീർച്ചയായിട്ടും അത് എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, അത് മനുഷ്യനെ ചൂഷണം ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് അന്ധവിശ്വാസമാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ മഞ്ഞ ചരട്, താലി, മഞ്ഞ ചരടിനാണല്ലോ ആദ്യം നമ്മൾ കെട്ടുന്നത്, അത് കഴിഞ്ഞ് ഇത്ര ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇത് അഴിച്ചു മാറ്റുന്നത്. അപ്പൊ ഇതൊരു ചൂഷണം ചെയ്യലാണോ? അനുപമ, ഞാൻ പറയുന്നത് ഒരു മനുഷ്യന്റെ ആചാരത്തെ, മറ്റുള്ളവനെ ഉപദ്രവമാവാത്ത തരത്തിൽ അവൻ വിശ്വസിക്കുന്ന വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ നമുക്ക് ആർക്കും അവകാശമില്ല. അത് അവന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ് ആണ്. ആ വിശ്വാസം മറ്റൊരുവനെ ചൂഷണം ചെയ്യുന്ന തരത്തിലേക്ക് പോയാൽ അത് അന്ധവിശ്വാസമാണ്. അതിനെ നമുക്കൊരു ചരടിൽ കോർത്ത് പറയാൻ കഴിയില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഈ മതവിശ്വാസത്തിന്റെ പേരിൽ ചരട് ധരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഈ മതവിശ്വാസത്തിന്റെ പേരിൽ ചരട് ധരിക്കുന്ന ആളുകളുടെ വിശ്വാസത്തെ മുതലെടുത്ത് അതിൽ രാഷ്ട്രീയം ഒളിച്ചു കടത്തുന്ന മറ്റാളുകളുണ്ട്. അത് ചൂഷണം ചെയ്യപ്പെടലാണ്. അതിനെ നമ്മൾ ചോദ്യം ചെയ്യണം.
അതുപോലെ തന്നെ ഞാൻ പറയും, ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ ചരടിനെ നമ്മൾ കോർത്തിണക്കി പറയാതെ നമുക്ക് വളരെ വൈഡായിട്ട് ഇതിനെ അന്ധവിശ്വാസം എന്ന് തന്നെ ചർച്ച ചെയ്യണം. ഇപ്പൊ നമ്മുടെ നാട്ടില് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ, ഇപ്പൊ ഒരു പെട്ടിക്കട തുടങ്ങണമെങ്കിൽ പോലും മുതൽ മുടക്ക് ആവശ്യമാണ്. പക്ഷെ ഒരു മുതൽ മുടക്കം വേണ്ടാതെ, ഒരു രൂപ ചെലവില്ലാതെ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ കഴിയുന്ന ബിസിനസ്സായി ആൾദൈവങ്ങൾ മാറുകയാണ്. അപ്പൊ അത് അന്ധവിശ്വാസത്തിന്റെ മറവിൽ മനുഷ്യനെ ചൂഷണം ചെയ്യപ്പെടലാണ്, നരബലി മനുഷ്യനെ ചൂഷണം ചെയ്യലാണ്. മനുഷ്യൻ കോടികൾ ഇതിന്റെ പേരിൽ ഒഴുക്കുന്നത് മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിന്റെ മറ്റൊരു ഭാഗമാണ്. അപ്പോൾ അത്തരം അന്ധവിശ്വാസങ്ങളെ നമ്മൾ തീർച്ചയായും ചോദ്യം ചെയ്യണം. അത് ഒരു ചരടിൽ കോർത്ത് പറയാനൊന്നും കഴിയുന്നതല്ല. ചരട് എന്ന് പറയുന്നത് പലതരത്തിൽ കെട്ടുന്ന ആളുകളുണ്ടല്ലോ. അപ്പൊ എന്തിനാണ് നമ്മൾ അതിനെ ഒരു അന്ധവിശ്വാസത്തെയും ചരടിനെയും തമ്മിൽ കോർത്തിണക്കാൻ കഴിയില്ല. പലതരത്തിലുള്ള വിശ്വാസങ്ങൾ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണം കഴിച്ചാൽ പോലും അത് അമിതമായി കഴിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? വോമിറ്റ് ചെയ്യും, സ്വാഭാവികമാണ്. അപ്പോ എന്തും അന്ധമാവുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അത് മനുഷ്യനെ ചൂഷണം ചെയ്യുന്നത് തന്നെയാണ്. ഇതൊക്കെ നമുക്ക് നൽകുന്ന ഒരു ആത്മധൈര്യം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ചോറ്റാനിക്കരയിൽ സ്ഥിരമായിട്ട് പോകുന്ന ആളാണ്. അപ്പൊ അവിടുന്ന് കീഴ്ക്കാവിന്ന് ജപിച്ച് തരുന്ന ചരട് കെട്ടിക്കഴിഞ്ഞാൽ എന്തൊരു ആത്മവിശ്വാസമാണ്. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഇത് കെട്ടിക്കഴിഞ്ഞ് പരീക്ഷ എഴുതുക അല്ലെങ്കിൽ പഠിക്കാന്നൊക്കെ നമുക്ക് അതൊക്കെ ഒരു ശരിക്കും സൈക്കോളജി ആണോ ഡോക്ടർ പറയും? തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിനെപ്പോഴും നമ്മുടെ തലച്ചോറ് നൽകുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. ഓക്കെ, അതിപ്പോൾ ചരട് കിട്ടുന്നതാണെങ്കിലും വിശ്വാസമാണെങ്കിലും അന്ധവിശ്വാസമാണെങ്കിലും അതെല്ലാം പേഴ്സണലൈസ്ഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ സാധാരണഗതിയിൽ ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്നില്ല, പക്ഷേ നല്ലൊരു ശതമാനം വരെ ഇതിൻ്റെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ഭയമാണ്. ഞാൻ വിശ്വാസം ഇതുമായിട്ട് കൂട്ടിക്കലർത്തുന്നില്ല. വിശ്വാസം വേറെ, ഇങ്ങനത്തെ മാമൂലുകളും അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളും വേറെ, മനുഷ്യ പറഞ്ഞതുപോലെ. അപ്പം ഒരു വ്യക്തിക്ക് അനിശ്ചിതത്വം തോന്നുവാണെങ്കിൽ, ഇൻസെക്യൂരിറ്റി തോന്നുവാണെങ്കിൽ, ഭാവിയെക്കുറിച്ചൊരു പ്രത്യാശയില്ലായ്മ തോന്നുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഭയം ഉണ്ടാവും. അപ്പോൾ ഈ ഭയം മറികടക്കുന്നതിന് ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ, പ്രതീകങ്ങൾ സഹായകരമായേക്കാം. ഉദാഹരണത്തിന് പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പേ അച്ഛൻ വെഞ്ചരിച്ച് ഒരു കൊന്ത ഇട്ടുകൊണ്ട് പോവുകയെ അല്ലെങ്കിൽ പൂജാരി പ്രാർത്ഥിച്ചു കൊടുത്ത ചരട് കെട്ടുകയെ ഒക്കെ ചെയ്യുമ്പോൾ ആ കുട്ടി ആ തരത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ടെൻഷനുള്ള ഒരു കുട്ടിക്ക് അച്ഛൻ പ്രാർത്ഥിച്ചാൽ ശരിയാകും, അല്ലെങ്കിൽ പൂജാരി പ്രാർത്ഥിച്ച് ചരട് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നുള്ളൊരു വിശ്വാസം ആ കുട്ടിക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവൻ്റെ ആത്മവിശ്വാസം വർദ്ധിക്കും, കോൺഫിഡൻസ് വർദ്ധിക്കും, പരീക്ഷ നന്നായി എഴുതുകയും ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ പരീക്ഷ എന്ന് പറയുന്നത് ആ സമയത്ത് പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ആ കുട്ടിയുടെ തലച്ചോറ് എങ്ങനെ പ്രവർത്തിക്കുന്നുവോ, ആ തലച്ചോറിൻ്റെ സിഗ്നലിംഗ് എങ്ങനെയാണോ പ്രോപ്പറായിട്ട് വരുന്നത് അതനുസരിച്ചിട്ടായിരിക്കും പേപ്പർ റിഫ്ലക്ഷൻ വരുന്നത്. ആ സമയത്ത് ടെൻഷൻ വരികയോ അല്ലെങ്കിൽ ചിന്ത വരികയോ ധൈര്യക്കുറവ് വരികയോ കോൺഫിഡൻസ് ഇല്ലായ്മ വരികയോ ആത്മവിശ്വാസക്കുറവോ ഇത്ര കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ബ്ലാങ്കായി പോവുക നമ്മൾ കുട്ടികൾ പറഞ്ഞാൽ കേട്ടിട്ടില്ലേ? പരീക്ഷ എല്ലാം പഠിച്ചിട്ട് പോയി പരീക്ഷ ഹാളിൽ ചെന്നപ്പോൾ എല്ലാം ബ്ലാങ്കായി പോയി. ആ ബ്ലാങ്കായി പോകുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ ആങ്സൈറ്റിയാണ്. അപ്പോൾ ഈ ആങ്സൈറ്റിയെ തരണം ചെയ്യാനായിട്ട് ഇതൊക്കെയും സഹായിക്കും. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഉള്ളിലെ ഒരു ഭയം അല്ലെങ്കിൽ ഒരു ഭീരുത്വം അല്ലെങ്കിൽ ഒരു അനിശ്ചിതത്വം അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലായ്മ, ഉറപ്പില്ലായ്മ ഒക്കെ വന്നു കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് തിരിയാനുള്ള ഒരു സാധ്യതയുണ്ട്. രണ്ടാമെന്ന് പറയുന്നത് നമ്മൾ തീർച്ചയായിട്ടും ഇതും അന്ധവിശ്വാസവും തമ്മിലുള്ള ഒരു ലൈൻ ഓഫ് ഡിമാർക്കേഷൻ അത് എപ്പോൾ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം, ഇങ്ങോട്ടും കയറി പോകാവുന്ന ഒരു തരം ലൈൻ ഓഫ് ഡിമാർക്കേഷനാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇന്ത്യയിൽ ചില സ്പോർട്സ് അല്ലെങ്കിൽ ഗെയിംസ് ചിലരെ കഴിവില്ലാത്തവരെ പോലും അവരാ ഗ്രൂപ്പിൽ ഉൾക്കൊള്ളിക്കുന്നത് പോലും ചിലപ്പോൾ കപ്പ് വിൻ ചെയ്യാൻ ഇയാളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ സഹായകരമാണ് എന്ന് പറഞ്ഞ് ചിലരെ ഉൾപ്പെടുത്തിയ ചരിത്രം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അത്രയും തരത്തിലുള്ള വിശ്വാസങ്ങൾ എല്ലാ ഇടത്തുമുണ്ട്. അതിന് ജാതിയോ മതമോ വിദ്യാഭ്യാസമോ ഒന്നും സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വിദ്യാഭ്യാസം ഉന്നത തലത്തിലുള്ള വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് മാറ്റം വരുമെന്ന് പരിഷ്കൃതമാകുമെന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലും അങ്ങനെയല്ല. നമുക്കറിയാമല്ലോ, ആന്ധ്രാപ്രദേശിൽ കുഞ്ഞിനെ കുരുതി കൊടുത്തത് PhD സ്കോളേഴ്സാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ഇൻസിഡൻസസ് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. അതായത് ഇപ്പോൾ പോക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ന രീതിയിൽ കർച്ചീഫ് വെച്ചാൽ അത് ആത്മവിശ്വാസം കൊടുക്കും, അല്ലെങ്കിൽ ഇന്ന കളറിലെ ടീഷർട്ട് ഇട്ടാൽ, അല്ലെങ്കിൽ ഇന്ന ഉടുപ്പിട്ട് പോയി പരീക്ഷ എഴുതിയാൽ, ഇന്ന പേന യൂസ് ചെയ്താൽ ഇതൊക്കെ ആത്മവിശ്വാസം കൊടുക്കും. അപ്പം ചില കുട്ടികൾ ഒരു പർട്ടിക്കുലർ പെൻ തന്നെയായിരിക്കും ത്രൂ ഔട്ട് ദ എക്സാമിന് ഉപയോഗിക്കുന്നത്. ഒരേ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പോകുന്ന കുട്ടികളെ എനിക്കറിയാം, കാരണം അത് ഭാഗ്യം കൊണ്ടുവരുന്ന ഡ്രസ്സാണ്, അതുകൊണ്ട് ആ ഡ്രസ്സ് ഇട്ടിട്ട് പോയി പരീക്ഷ എഴുതുന്ന കുട്ടികളുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചരട് കിട്ടുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ വസ്ത്രം, അത് എന്ത് വേണേലും ആകാം, എന്ത് മെറ്റീരിയൽ വേണേയാകാം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് അവനവന്
ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ അതൊരിക്കലും മറ്റുള്ളവരുടെ ജീവിതത്തെ ഇൻ്റർഫിയർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഇൻ്റർഫിയർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിൽ, അവനവനും പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിൽ ചെന്ന് എത്തിക്കാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് ഒരു പരിധി വരെ നമ്മൾ പെർമിറ്റ് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ ഒരാൾക്ക് ഇപ്പം ആങ്സൈറ്റി ഉണ്ട്, സമാധാനം കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ. അതെ, ഇതുകൊണ്ട് അവനൊരു 5 മാർക്ക്, ആ ഒരു കോൺഫിഡൻസിൽ അവൻ 5 മാർക്ക് കൂടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. നമ്മളത് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത്. ഇതിൻ്റെ പൊട്ട വിശ്വാസമാണ്, ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല എന്നുകൊണ്ട് അവനെ ഡിസ്കറേജ് ചെയ്യുകയൊന്നുമല്ല. അവനതുകൊണ്ട് ബെനിഫിറ്റ് ഏതെങ്കിലും തരത്തിൽ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, ആ രീതിയിൽ പോകണം. പക്ഷേ അതൊരു മറ്റൊരാളിനെ അത് തകർത്ത് കളയുന്ന രീതിയിലാണെങ്കിൽ അവിടെയാണ് അതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാറുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് അവനവന് ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ അതൊരിക്കലും മറ്റുള്ളവരുടെ ജീവിതത്തെ ഇൻ്റർഫിയർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഇൻ്റർഫിയർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിൽ, അവനവനും പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിൽ ചെന്ന് എത്തിക്കാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇത് ഒരു പരിധി വരെ നമ്മൾ പെർമിറ്റ് ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ ഒരാൾക്ക് ഇപ്പം ആങ്സൈറ്റി ഉണ്ട്, സമാധാനം കിട്ടുന്നെങ്കിൽ ആയിക്കോട്ടെ. അതെ, ഇതുകൊണ്ട് അവനൊരു 5 മാർക്ക്, ആ ഒരു കോൺഫിഡൻസിൽ അവൻ 5 മാർക്ക് കൂടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ. നമ്മളത് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത്. ഇതിൻ്റെ പൊട്ട വിശ്വാസമാണ്, ഇതിലൊന്നും ഒരു കാര്യവും ഇല്ല എന്നുകൊണ്ട് അവനെ ഡിസ്കറേജ് ചെയ്യുകയൊന്നുമല്ല. അവനതുകൊണ്ട് ബെനിഫിറ്റ് ഏതെങ്കിലും തരത്തിൽ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, ആ രീതിയിൽ പോകണം. പക്ഷേ അതൊരു മറ്റൊരാളിനെ അത് തകർത്ത് കളയുന്ന രീതിയിലാണെങ്കിൽ അവിടെയാണ് അതൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാറുന്നത്. ഇതിങ്ങനെ കൂടി, ഉദാഹരണത്തിന് ഇപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ ഒരു ആസ്പെക്റ്റിൽ നമുക്ക് സമ്പത്ത് വർദ്ധിക്കണം, അതിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥനകളോ പൂജകളോ ഒക്കെ ചെയ്യുന്നു. പക്ഷെ നമുക്ക് സമ്പത്ത് വർദ്ധിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിന് അത് മറ്റുള്ളവരെ തകർത്ത് കളയുന്ന രീതിയിൽ പോകുമ്പോഴാണ് അവിടെ ഒരു സാമൂഹ്യ പ്രശ്നമായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് കൂടി കഴിയുമ്പോഴാണെങ്കിൽ കുരുതി കഴിക്കുന്നതും നമുക്കറിയാം, പത്തനംതിട്ട നടന്നതും അങ്ങനത്തെയൊക്കെ നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നടന്ന സംഭവങ്ങളാണ്. ഇത്തരം വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സോക്കോൾഡ് അന്ധവിശ്വാസങ്ങൾ കൂടിക്കഴിയുമ്പോഴാണ് ഇത്തരം അധപതിച്ച രീതിയിൽ, അല്ലെങ്കിൽ പരിഷ്കൃതമല്ലാത്ത രീതിയിലേക്ക് ഒരു സമൂഹം ചെന്നെത്തപ്പെടുന്നത്. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ കോൺസെപ്റ്റിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഇപ്പോഴത്തെ പെൺകുട്ടികൾ കണ്ടിട്ടുണ്ട്, ഒറ്റക്കാലയിൽ കറുത്ത ചരട് കെട്ടിക്കൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലത്തെ റിലീജിയസ് വശം അവർക്ക് അറിയത്തില്ല. എന്തിനാന്ന് വെച്ചാൽ പോലും അവർക്കറിയില്ല. ഫാഷൻ സെൻസിൻ്റെ പുറത്ത് ഒറ്റക്കാലയിൽ കറുത്ത ചരട്. ഇനി നമ്മൾ ബീന ചേച്ചിയിലേക്ക് വരുമ്പോൾ, ബീന ചേച്ചി ഒരു വീട്ടമ്മയാണ്. ബീന ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? വിശ്വാസമൊക്കെ അവരവരുടെ മൗലികതയാണ്. അതിന് ഈയിടെയായിട്ടല്ലേ ഇതിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയേക്കണത്. അതിൻ്റെ പിന്നിൽ ശരിക്കും രാഷ്ട്രീയം തന്നെയാണെന്നുള്ള എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ജനിച്ച കുട്ടിക്കൊരു ചരട് കെട്ടുക, താലി കെട്ടുക, ഇതൊന്നും ഇന്നലെ പൊട്ടിമുളച്ച ഒരു ആചാരമൊന്നുമല്ല. ഇതിന് പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ചോദ്യം ചെയ്യപ്പെടണമെങ്കിൽ അതിൽ ശരിക്കും ഒന്നുമില്ല. അത് വെറും രാഷ്ട്രീയമായ ചോദ്യം ചെയ്യപ്പെടുന്നത് ഒരു കൂട്ടര്, ചോദ്യം ചെയ്യണത് ഒരു കൂട്ടർ. അപ്പോൾ ഇതിൽ രാഷ്ട്രീയമല്ലാതെ വേറൊന്നും ഞാൻ കാണില്ല. ഒരാളുടെ പണ്ടുണ്ടായിരുന്ന ആചാരങ്ങൾ തന്നെയാണ് ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇടക്കൊണ്ടല്ലേ ഇതിലൊരു ചോദ്യം വന്നേക്കണത്. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. വിശ്വാസിയാണോ? വിശ്വാസമാണ്, വിശ്വാസമുണ്ട്, വിശ്വാസിയാണ്. അപ്പോൾ എനിക്കതേ ഉള്ളൂ പറയാനായിട്ട് അതിനെക്കുറിച്ച്. അല്ലാതെ ഇതിൽ രാഷ്ട്രീയമല്ലാതെ ഇതൊന്നും ഉപരിപ്ലവമായിട്ട് എന്തൊക്കെയോ ഒരു ഇതിലേക്ക് പോണതല്ലാതെ ഇതൊക്കെ പണ്ടേ ഉള്ളതാണ്. പെട്ടെന്നൊരു ദിവസം വന്ന് ചോദ്യം ചെയ്യപ്പെടുമ്പോഴത്തേക്കും അങ്ങനെയാണോ? പെട്ടെന്നൊരു ദിവസം ചോദ്യം ചെയ്യപ്പെട്ടതാണോ? ആണ്. സൗമ്യ എന്ത് പറയുന്നു? ഞാനിത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ മതങ്ങൾ, അല്ലെങ്കിൽ അനുഷ്ഠാനങ്ങൾ, അല്ലെങ്കിൽ വിശ്വാസങ്ങളെല്ലാം ശരിക്ക് ബ്യൂട്ടിഫുള്ളാണ്. കാരണം ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ഇപ്പോൾ വേൾഡ് വൈഡ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. പലരും ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊണ്ട് യോഗ, സാൻസ്ക്രിറ്റ് ഒക്കെ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റീസ് പഠിപ്പിക്കുന്നു, ഫോളോ ചെയ്യുന്നു, ആൾക്കാർ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നു, ഒക്കെയുണ്ട്. പക്ഷേ ഇതൊക്കെ വിശ്വാസങ്ങളായി നിൽക്കുമ്പോൾ മാത്രമേ ഈ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഈ ഒരു എസ്തെറ്റിക്സ് ഉള്ളൂ. വിശ്വാസം എപ്പോൾ ആ ഒരു ബൗണ്ടറി, ആ ഒരു ബോർഡർ ലൈൻ വിട്ട് അന്ധവിശ്വാസം ആവുന്നു, അപ്പം നമ്മളവിടെ അപഹാസ്യരാവുകയാണ് സമൂഹത്തിനും വേൾഡിനും മുമ്പിൽ. കാരണം ഇപ്പോഴും നമ്മൾ ചില മൂവീസിലൊക്കെ കണ്ടിട്ടില്ലേ, പാമ്പിനെ ഇപ്പോഴും ഈ മകുടി ഊതിക്കൊണ്ട് കളിപ്പിക്കുന്നത്. അതായത് പാമ്പ് ഈ മകുടിയുടെ ശബ്ദം കേട്ടാണ് കളിക്കുന്നത്, അങ്ങനെ വിചാരിക്കുക. അല്ലെങ്കിൽ
കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം ഇറക്കിക്കുന്ന അങ്ങനെയുള്ള സംസ്ഥാനങ്ങളും അങ്ങനെയുള്ള സ്ഥലങ്ങളും ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ അതൊക്കെ വിട്ടിട്ട് നമ്മുടെ യുക്തിക്ക് നടക്കുന്നതായ കാര്യങ്ങളെ നമ്മൾ വിശ്വസിക്കുക. ഇനി മാം പറഞ്ഞ പോലെ തന്നെ, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ, അവനവനൊരു കോൺഫിഡൻസ് തരുന്നു ഒരു ചരടെങ്കിൽ കെട്ടിക്കോട്ടെ, അതിനിപ്പോൾ ആർക്കാ ബുദ്ധിമുട്ട്? ഞാൻ കുറേ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. അപ്പോൾ അവിടെ ചില കുട്ടികൾ കണ്ടിട്ടുണ്ട്, അവർക്ക് തീരെ ഈ പറഞ്ഞ പോലെ തീരെ കോൺഫിഡൻസ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ അവരെ ചിലപ്പോൾ രാത്രി ഒരു 11 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും മാം എനിക്ക് ടെൻഷൻ ആവണമെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ചിലപ്പോൾ അതൊരു ചരടിൽ മാറുന്നതായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ വി കീപ്പ് ഓൺ, കുഴപ്പമില്ല, നാളത്തെ എക്സാമിൽ ഇതിപ്പോൾ ഒരു എക്സാം അല്ലേ എന്ന് പറഞ്ഞ് അവനെ ബോധവൽക്കരിക്കാനുള്ള ആ ഒരു ഇതില്ലേ, അത് ചിലപ്പോൾ അവനവൻ്റെ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ടാവില്ല. ഇത് ആക്ച്വലി ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ പ്രായമാവാത്ത കുട്ടികളെ നമ്മൾ നിർബന്ധിച്ച് ചരട് കെട്ടിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഇപ്പോൾ വിദ്യാഗോപാല മന്ത്രം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമ്മൾ പഠന സമയത്ത് അല്ലെങ്കിൽ എക്സാം എഴുതുന്നതിന് മുന്നേ. അപ്പൊ അതൊക്കെ നമ്മൾ അതൊക്കെ ഏത് വയസ്സിലാണ്? അതിനും ചെറിയ കുട്ടികളെ കൊണ്ട് മറ്റേ വേറൊരു വിഭാഗം അതിനാരും കുട്ടികളിലേക്ക് നമ്മൾ ഇത് ഒരു വിഷയം മാത്രത്തിൽ നിൽക്കരുതല്ല. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പൊ ചേച്ചി പറഞ്ഞതിൽ എനിക്കൊരു വിയോജിപ്പുണ്ട്. കാരണം ചേച്ചി പറഞ്ഞു ഇതൊക്കെ ഈ അടുത്ത കാലത്താണ് ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. വിശ്വാസങ്ങളെ നമ്മൾ ആരും ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ, മനുഷ്യനെ ചൂഷണം ചെയ്യപ്പെടുന്ന വിശ്വാസങ്ങൾ, മനുഷ്യനെ വിഭജിച്ച് നിർത്തുന്ന വിശ്വാസങ്ങൾ നമ്മൾ പണ്ടും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ കേരളത്തിൽ ചരടിനുമായി ബന്ധപ്പെട്ടല്ല ഞാൻ ഈ വിഷയത്തെ എടുക്കുന്നത്. ഞാനൊരു അന്ധവിശ്വാസം എന്നുള്ള കാഴ്ചപ്പാടിൽ പറയുമ്പോൾ കേരളത്തിന്റെ ഒരു ചരിത്രം എടുത്താൽ ഒരു കാലത്ത് ബ്രാഹ്മണിക്കൽ സുപ്രീമസി എന്ന് പറഞ്ഞൊരു ബോധം കേരളത്തിനുണ്ടായിരുന്നു ഇല്ലേ? ആ കാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെയും ഡോക്ടർ പൽപ്പുവിൻ്റെയും അതുപോലെ തന്നെ മഹാത്മാ അയ്യങ്കാളിയുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഇവിടെ ഈ നമ്മുടെ നാട്ടിൽ രൂപം കൊണ്ടു. അപ്പം അന്നേ ഇത് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. അന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ അരുവിപ്പുറത്തൊരു പ്രതിഷ്ഠ നടത്തി. ആ പ്രതിഷ്ഠ എന്തിനു വേണ്ടിയായിരുന്നു? ബ്രാഹ്മണർക്ക് മാത്രമേ വിഗ്രഹ പ്രതിഷ്ഠ നടത്താൻ കഴിയൂ എന്നൊരു അന്ധവിശ്വാസത്തെ പൊളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആ പ്രതിഷ്ഠ നടത്തിയത്. ശ്രീനാരായണ ഗുരു ബലിദാനം നടത്തിക്കൊണ്ടിരുന്ന ദേവതകളെ വിളിച്ചിരുന്നത് കാളികൂളികൾ എന്ന് വിളിച്ച് അപമാനിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ജന്തുക്കളെ ബലിദാനം കൊടുക്കുന്ന സാഹചര്യം ഇല്ലാതെയായി. മാറ്റി നിർത്തുന്ന തരത്തിലുള്ള വിശ്വാസങ്ങൾ ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് അത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനും അതിനെ ഉന്മൂലനം ചെയ്യാനും നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വില്ലുവണ്ടി സമരം നടന്ന എന്തുകൊണ്ടാ? കീഴ്ജാതിക്കാരന് വഴി നടക്കാൻ അവകാശമില്ല എന്നൊരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. ആ അന്ധവിശ്വാസത്തെ പൊളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വില്ലുവണ്ടി സമരം നടന്നത്. അന്ധവിശ്വാസത്തിലുപരി അത് ഒരു സൊസൈറ്റിയുടെ സുപ്രീമസിയാണ് അവിടെ വന്നിരുന്നത്. അതൊരു അന്ധവിശ്വാസമല്ല, സുപ്രീമസിയാണ്. ഞങ്ങൾ ഇതിന്റെ ഓതോറിറ്റൈസ്ഡ് ആൾക്കാരാണ്, ഞങ്ങളിലൂടെ എല്ലാം പാടുള്ളൂ. ആ പ്രീസ്റ്റിസം എന്ന് പറയുന്ന സംഭവമില്ല, പൗരോഹിത്യം, അന്ധവിശ്വാസമല്ല. അതുമല്ല, അവിടെ പഠിച്ച ആർക്കും വേദങ്ങൾ പറയാം. അന്ന് ആ ഒരു ബ്രാഹ്മണി അവര് മാത്രമേ വേദങ്ങളാണെങ്കിലും പ്രതിഷ്ഠ ഇല്ല പഠിച്ചവർക്ക് ചെയ്യാമായിരുന്നു. അവർക്ക് അലൗഡ് അല്ലായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല, മാത്രമായിരുന്നു അലൗഡ്. പോലും ബ്രാഹ്മിൻസിന് മാത്രമേ പറ്റുള്ളൂ. എനിക്ക് പറയാനുള്ളത് ഇതെല്ലാം ഒരു സബ് കോൺഷ്യസ് മൈൻഡിന്റെ ഒരു പ്ലാസിബോ, നമ്മൾ പറയാറുണ്ട് പ്ലാസിബോ ഇഫക്ട്. ഇല്ലാത്തതിന് നമ്മൾ ചില മെഡിസിൻസ് നമ്മൾ അങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാൻ തന്നെ, ഒരു ടെസ്റ്റ് ഒരു കൺട്രോൾ ഒരു പ്ലാസിബോ കൊടുക്കും. പ്ലാസിബോ എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷെ അവരെന്താ വിചാരിക്കുന്നത്, ഞങ്ങൾ കഴിക്കുന്ന മെഡിസിൻ ആണ്, സോ ഓട്ടോമാറ്റിക്കലി പല രോഗങ്ങളും മുക്തി അതിൽ നിന്ന് നമ്മൾ റിക്കവർ ആയി വരും. ഇതാണ് ജ്യോത്സ്യന്മാരുടെ അടുത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചരട് മാത്രമല്ല, നിങ്ങൾ പേപ്പർ എടുത്താൽ കാണാം ആകർഷണ യന്ത്രം, ധനമാകർഷണ യന്ത്രം, വശീകരണ യന്ത്രം, കുബേർ മതിലൊക്കെ നമ്മൾ ഇത്തിരി മാറ്റിയിട്ട് ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ധനം ആകർഷിക്കും. ഇങ്ങനെയുള്ള മാം പറഞ്ഞത് വിശ്വാസമാണ്. നമ്മൾ താലി അത് നമ്മുടെ വിശ്വാസമാണ്. നമ്മളെ തന്നെ ഒരു പുതിയ ജീവിതത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അത് നന്നായി പോണമേ, വിജയിക്കണമേ എന്നൊരു കാര്യം പറയട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് പറയാമല്ലോ, അത് എന്റെ കഴുത്തിൽ മുറുക്കിയിട്ട് എന്നെ കൊല്ലുവാണ്, എനിക്കിത് വേണ്ടാന്ന് ആരും പറയാത്ത എന്താ? ഒരു നവവരന്റെ മുമ്പിൽ തലകുനിച്ച് ഇപ്പോഴും വധുക്കൾ നിൽക്കുന്നുണ്ടല്ലോ. അല്ല, ഞങ്ങൾക്ക് ഇത് ഒപ്പിട്ടാൽ മതി എന്ന് പറയുന്നില്ലല്ലോ. വൈ ദേ ആർ നോട്ട് ഡൂയിങ് ദാറ്റ്? ഇപ്പൊ ജപ്പാനില് അവര് ശ്മശാനങ്ങളിൽ കയറണമെങ്കിൽ ആളുകളെ കാല് മറയ്ക്കണം.
പിന്നെ ഫിലിപ്പൈൻസിലാണെങ്കിൽ ഒരു മരണ വീട്ടിൽ പോയാൽ തിരിച്ച് നേരെ വീട്ടിലേക്ക് വരില്ല. അവരെവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിലേക്ക് വരൂ. കാരണം അല്ലെങ്കിൽ വീട്ടിൽ വന്നാൽ ആ മരണം വീട്ടിലേക്ക് വരും എന്നാണ് അവരുടെ വിശ്വാസം. യൂറോപ്പിൽ തീൻമേശയിൽ, അതായത് സൽക്കാര മേശയുടെ മൂലയ്ക്ക് പോയിരുന്ന ഒരാൾ ഭക്ഷണം കഴിച്ചാൽ അയാളുടെ കല്യാണം നടക്കില്ല എന്നാണ് വിശ്വാസം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ബാർബർ ഷോപ്പുകൾ എന്തുകൊണ്ടാണ് ചൊവ്വാഴ്ച ദിവസം അടച്ചിടുന്നത്? അത് മാത്രമല്ല, ഒറ്റ മൈനെ കണ്ടാല് കരയും, രണ്ടു മൈനെ കണ്ടാല് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ലേ? കാക്ക വന്ന് കരഞ്ഞാല് ഞാൻ പറഞ്ഞ ഒരു ഡ്രസ് ഇട്ട് പോവുക, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. കാരണം എനിക്ക് എന്നിൽ തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പരാജയങ്ങൾ നമ്മൾക്ക് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് അവിടെ പോവാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ഡ്രസ് ഇട്ടിട്ട് പോകുമ്പോൾ നമുക്ക് ക്ലാസ്സിൽ ടോപ്പ് ആവുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഡ്രസ് പരീക്ഷ എഴുതാൻ പോകുന്നു. അപ്പൊ യൂണിഫോം ഇല്ലേ? ഇല്ല, ഞാൻ അങ്ങനെ നമുക്കൊരു നല്ല പ്ലസ് പോയിന്റ് അതിൽ നിന്ന് വന്നു കാണും. എക്സാമ്പിൾ, ഒരു സാരി ഉടുത്തിട്ട് പോയി നന്നായി പെർഫോം ചെയ്തു, അല്ലെങ്കിൽ ഒരു ഉടുപ്പിട്ടിട്ട് പോയി നന്നായി ചെയ്തു. അപ്പൊ നമ്മളുടെ മനസ്സിൽ ആ ഒരു അറ്റാച്ച്മെന്റ് വരും. ആ ഒരു ഡ്രസ്സ് ഇട്ടപ്പോൾ എനിക്ക് നന്നായി വന്നു. അപ്പൊ അടുത്ത തവണ പോകുമ്പോഴും നമ്മുടെ പ്രിപ്പറേഷൻ ഇച്ചിരി മോശമായാലും ആ ഡ്രസ്സ് കൊടുക്കുന്ന കോൺഫിഡൻസ്. മഹേഷിന്റെ പ്രതികാരം സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ട്, അപ്പച്ചൻ കസേരയിൽ നിന്നിട്ടാ ഇന്ത്യക്ക് ഒരു വിക്കറ്റ് പോകുന്നു പറയും. ഇതേ സെയിം സാധനം അമിതാഭ് ബച്ചൻ ലൈവ് ക്രിക്കറ്റ് സീരീസ് കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യ തോക്കും എന്നൊരു അന്ധവിശ്വാസം ഉണ്ട്. എന്തിന് ഞങ്ങളുടെ വീട്ടിലെ പൊസിഷനിൽ നിന്ന് ആരെങ്കിലും അനങ്ങിയാൽ ആ വിക്കറ്റ് പോകുന്നു പറഞ്ഞ് ഞങ്ങൾ ഇരുന്ന് അതേ പൊസിഷനിൽ ബാത്റൂമിൽ പോലും പോവാണ്ട് ഇരിക്കുമെന്ന് ചേച്ചി സമ്മതിക്കില്ല. ആ വിശ്വാസങ്ങൾ നല്ലതാണെന്നേ. അത് പ്രശ്നം, എന്റെ വിശ്വാസം താങ്കളെ ഹനിക്കുമ്പോഴാണ് അവിടെ പ്രശ്നം. മാത്രമല്ല, ഇപ്പൊ ഞാൻ പറയാം, താങ്കൾ ഇപ്പൊ സൂചിപ്പിച്ചു പ്ലാസിബോ എഫക്റ്റ്. ഈ പ്ലാസിബോ ഇഫക്റ്റ് ആണ് മോറോർലെസ് ഈ എല്ലാ എന്ന് ഞാൻ പറയുന്നില്ല, പറഞ്ഞ പോലെ നമ്മളെല്ലാം അങ്ങനെ ഓവർ ജനറലൈസ് ചെയ്ത് പറയുന്നത് ശരിയല്ലല്ലോ. പക്ഷെ നല്ലൊരു പങ്ക് ഈ രോഗസൗഖ്യം നടക്കുന്ന സ്ഥലങ്ങളിലും എല്ലാം തന്നെ ശരി ഈ പ്ലാസിബോ ഇഫക്റ്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ ടാബ്ലറ്റ് കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ അവിടെ രോഗാവസ്ഥയിൽ പോകുന്നു, പ്രത്യേകിച്ചും ഇമോഷണൽ കമ്പോണന്റ് ഉള്ള ഒരു രോഗാവസ്ഥയാണെങ്കിൽ. ഇപ്പോൾ എല്ലാ വയറുവേദനയും നടുവേദനയും വയറിന്റെ പ്രശ്നമോ നടുവിന്റെ പ്രശ്നമോ ആയിരിക്കണമെന്നില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു തലത്തിലുള്ള ഒരു ഇമോഷണൽ ആസ്പെക്ട് അതിനകത്തിലുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ വയറുവേദനയായിട്ടും തലവേദനയായിട്ടും ഒക്കെ വരാം. അപ്പം വിട്ടുമാറാത്ത തലവേദന മാറി, അല്ലെങ്കിൽ നടുവേദന, ഇത്തരം സ്ഥലങ്ങളിലൊക്കെയും നടക്കുന്ന ഈ രോഗസൗഖ്യം എന്ന് അവർ ക്ലെയിം ചെയ്യുന്നതിൽ ഒരു 90% ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു പ്ലാസിബോ എഫക്റ്റ് ആണ്. കാരണം അവരെ അന്ധവിശ്വാസം കൊണ്ട് തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിന്റെ കൂടെ ഈ അന്ധവിശ്വാസം കൂടെ ജെല്ല് ചെയ്ത് പോകും. ജെല്ല് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ആ വിശ്വാസം കൊണ്ട് അവർ ആ ദൈവസന്നിധിയാണ് എന്നുള്ള ഒരു തോന്നലിലോ അതിൻ്റെ ഒരു ചിന്താധാരയിലോ അവിടെ പോകും. അവിടെ പോയി കഴിഞ്ഞിട്ട് ഈ അന്ധവിശ്വാസം കൂടെ ജെല്ല് ചെയ്ത് കഴിയുമ്പോൾ ഇന്നയാൾ പ്രാർത്ഥിച്ചാൽ എനിക്ക് ഈ സൗഖ്യം കിട്ടും എന്ന് വിചാരിച്ച് ഈ ഇമോഷണൽ ആസ്പെക്റ്റ് ഉള്ള രോഗങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും ഒരു കർമ്മത്തിലൂടെയോ ഒക്കെയും അതങ്ങ് മാറിപ്പോകും. അപ്പൊ ഇതിൽ ഈ ഹിപ്നോസിസം മെസ്മറിസം എന്നൊക്കെ പറയില്ലേ, അതിനൊക്കെ എന്തെങ്കിലും റോൾ ഉണ്ടോ ഈ പറഞ്ഞാല്? അത് ഇതുമായിട്ട് യാതൊരു ദാറ്റ് ഇസ് എൻറ്റയർലി ഒരു ഡിഫറെന്റ് ഒരു ഇതാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ. ഒരു കാര്യത്തിൽ നമ്മൾ അന്ധമായി വിശ്വസിക്കുകയാണെങ്കിൽ ഇന്നയാള് തന്നാൽ, ഇപ്പോൾ വെറും പച്ചവെള്ളമാണെങ്കിൽ പോലും, പണ്ട് കാലത്ത് അതുകൊണ്ടല്ലേ പറയുന്നത്, ചില വൈദ്യന്മാരെ ആൾക്കാർക്ക് ഇഷ്ടമാണ്. കാരണം നമ്മൾ ഒരു പഴമൊഴിയാണെങ്കിൽ പോലും പച്ചവെള്ളം തന്നാൽ പോലും പനി മാറും എന്ന് പറയുന്നത്. അല്ല, സൈക്കോളജിയിൽ തന്നെ ഒരു ഇതുണ്ട്. കഴിച്ചു പിന്നെ വിശ്വാസം അങ്ങനെ ആ ഒരു കാഴ്ചപ്പാടിൽ പോകുമ്പോഴാണ് ഈ പ്ലാസിബോ എഫക്റ്റ് ഒക്കെ ആ രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഒരു കാരണം തന്നെ ഇതാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ചൂഷണം വരാൻ ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ നമ്മൾ അന്ധവിശ്വാസം എന്ന് പറയുന്നു, അന്ധമായി വിശ്വസിക്കുന്നു അല്ലെങ്കിൽ തെറ്റായ വിശ്വാസം. രണ്ടു തരത്തിൽ നമുക്ക് അന്ധവിശ്വാസത്തിനെ ഇതാക്കാൻ പറ്റും. ഞാൻ അന്ധമായിട്ട് വിശ്വസിക്കും. എൻ്റെ അമ്മ ഡോക്ടറാണ്, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്ത് മരുന്ന് അമ്മ തന്നേക്കണം, എൻ്റെ അമ്മ എനിക്ക് വിഷം തരുമോ, ഞാനത് നോക്കുപോലും ഇല്ല, അതെടുത്ത് കഴിക്കും. അത് എൻ്റെ അമ്മയിൽ എനിക്കുള്ള അന്ധമായ വിശ്വാസം. പിന്നെ ഈ അന്ധവിശ്വാസം നിങ്ങളിപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു നെഗറ്റീവ് കൊണോട്ടേഷനിലാണ്. നമ്മളുടെ വിശ്വാസങ്ങളെ നമ്മൾ അന്ധമായി അനുകരിക്കുന്നു എന്നോ, നമുക്ക് വേറൊരാൾക്ക് ചീത്ത വരാനും മറ്റൊരാൾക്ക് നല്ലത് വരാനും വേണ്ടി നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന അർത്ഥത്തിലാണ് ഇവിടെ അന്ധവിശ്വാസം എന്നുള്ള കാര്യത്തിനെ ചർച്ച ചെയ്യുന്നത്. രണ്ടു തരത്തിൽ നമ്മൾ അന്ധവിശ്വാസം അന്ധമായിട്ട്, ഇപ്പോൾ ഒരാളെ എൻ്റെ ഫ്രണ്ടിനെ ആ കുട്ടി പറഞ്ഞാൽ എനിക്ക് നല്ല കാര്യങ്ങളെ പറയുള്ളൂ എന്ന് ഞാൻ അന്ധമായിട്ട് ആ കുട്ടി പറയുന്ന കാര്യങ്ങളെ വിശ്വസിക്കുള്ളൂ. കാരണം ഷീസ് മൈ വെൽ വിഷർ. അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന പോലെ എനിക്ക് ചീത്ത വരാൻ വേണ്ടിയിട്ട് അന്ധവിശ്വാസ പ്രകാരം അത് ചെയ്യുന്നതിന് അത് നെഗറ്റീവ് കൊണോട്ടേഷനിൽ നമുക്ക് എടുക്കാം. നേരത്തെ മോള് പറയുകയുണ്ടായി, പാമ്പാട്ടികളുടെ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായി.
പാമ്പുകൾ മാളത്തിൽ ഒളിച്ചിരിക്കുമ്പോൾ അതിനെ പുറത്ത് ചാടിക്കാൻ ഇപ്പോഴും നമ്മളുടെ കൊച്ചു എറണാകുളത്തിലും നമ്മൾ വിളിക്കാറുണ്ട്. പാമ്പാട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താ ചീത്ത ജോലിയാണ്. എനിക്കത് കറക്റ്റായി മനസ്സിലായില്ല. ഞാൻ US പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുണ്ടായിരുന്നു, ലെറ്റ് മീ കംപ്ലീറ്റ്, പാമ്പാട്ടികളുടെയും തലപ്പാവ് വെച്ച രാജകുമാരന്മാരുടെയും രാജ്യമാണല്ലോ ഭാരതം. വേറെ ഏത് രാജ്യത്ത് അതൊരു കഴിവാണ്, അതൊരു കലയാണ്. ചെവിയുണ്ടോ ഡോക്ടറെ? ഇല്ല, മൂവ്മെന്റ്സ് നമ്മളൊരു കാര്യം പറയുന്നതിന്റെ വേറൊരു ഡയമെൻഷനിലേക്ക് എക്സാക്ട്ലി ഞാൻ അവിടെ ഒരിക്കലും അതൊരു മോശമായ ജോലിയാണെന്നില്ല. മാം പറഞ്ഞ അതേ പോയിന്റാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾ പറയുമ്പോ കറക്റ്റും ഞാൻ പറയുമ്പോ അത് വേറെ അല്ല. ഇതിലൊരു വെല്ലുവിളിയുടെ ശബ്ദം പോലെ, അതായത് ഒരു വിശ്വാസത്തെ ചോദ്യം ചെയ്യണം. മറ്റേ ഡോക്ടർ മാം പറഞ്ഞതുപോലെ തന്നെ മനസ്സാണ് ഏറ്റവും വലുത്. മനസ്സ് പറയണിടത്തോട്ട് ഒരു വിശ്വാസത്തിലേക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാൻ പറ്റും. അവനവനെ അറിയുന്ന ഒരു പ്രോസസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ ഈ വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങളൊക്കെ, ഈ അന്ധവിശ്വാസങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റത്തില്ലേ? നമ്മള് ഒരു കുട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, കോക്കാച്ചി വരും. അവനെ പേടിപ്പിച്ച ഭക്ഷണം കഴിക്കും. ഇപ്പൊ ഞാൻ എന്റെ മോളെങ്ങനെയാ, അങ്ങോട്ട് പോണ്ട, അവിടെ കോക്കാച്ചി ഉണ്ടാവും എന്നാ പറയാ. അവനവനെ അറിയുന്ന ഒരു പ്രോസസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതിന്റെ ഈ വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങളൊക്കെ, ഈ അന്ധവിശ്വാസങ്ങൾ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റത്തില്ലേ? നമ്മള് ഒരു കുട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, കോക്കാച്ചി വരും. അവനെ പേടിപ്പിച്ച ഭക്ഷണം കഴിക്കും. ഇപ്പൊ ഞാൻ എന്റെ മോളെങ്ങനെയാ, അങ്ങോട്ട് പോണ്ട, അവിടെ കോക്കാച്ചി ഉണ്ടാവും എന്നാ പറയാ. അത് ഞാൻ അവളുടെ ത്വര എന്തോ അറിയാനുള്ള ആ ആകാംക്ഷയെ അവിടെ നശിപ്പിച്ച് കെടുത്തി. കുറെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നൊക്കെ ഒരുപാട് പ്രൊഡക്റ്റീവ് റിസർച്ച് ഇപ്പൊ വരുന്നുണ്ട്. പക്ഷെ ഒരു ഇൻഹിബിഷൻ എപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ അതുണ്ട്. എന്നുവെച്ചാൽ കുട്ടികള് അവർക്ക് വേണ്ട ഈ കുട്ടികളിൽ ഇങ്ങനെ ആത്മധൈര്യക്കുറവും വിശ്വാസക്കുറവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് പകരം ചരട് കെട്ടി കൊടുക്കാണോ? അതാണ് അതായത് ഇപ്പോ നമുക്കിപ്പോ ഒരു കാര്യം കൂടെ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഈ റിങ് എന്റെ ബർത്ത് സ്റ്റോൺ ആണെന്ന് പറഞ്ഞാണ് എനിക്ക് കിട്ടുന്നത്. ഇത് ഞാൻ പ്ലസ് ടു എൻട്രൻസ് കഴിഞ്ഞ അന്ന് എൻട്രൻസ് കിട്ടാന്ന് വെച്ചാൽ എന്തോ അത് കിട്ടിയില്ലെങ്കിൽ ജീവിതം തകർന്നു എന്നാണ് എല്ലാ പേരൻസിന്റെയും കുട്ടികളുടെയും വിശ്വാസം. അങ്ങനെ എന്നെ പഠിക്കാൻ കൊണ്ടേ എൻട്രൻസ് കോച്ചിങ്ങിന് 1 വർഷം കളഞ്ഞ് എന്നെ കൊണ്ടേ ആക്കി. അന്ന് എന്റെ അമ്മയും അച്ഛനും കിട്ടുന്നതാണത്. ഞാൻ അവരെ കുറ്റം കണ്ടത് അവരെന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിട്ട് തന്നേക്കുന്നത്. എന്റെ മോൾക്ക് ഇതുകൊണ്ട് ഒരു റാങ്ക് കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചു. പക്ഷെ ഞാൻ എനിക്ക് ആഗ്രഹപ്രകാരം ഞാൻ ഇന്ന് എന്റെ ഒരു ജോലി ഇതിലേക്ക് വഴിതിരിഞ്ഞു പോന്നു. എനിവേസ്, അപ്പോ ഇത് ഇട്ടുകൊണ്ട് എനിക്ക് ഒരു ഗുണവും ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല. ഇന്ന് ഇത് പറയുന്നത് ഇതിന്റെ കാലാവധി കഴിഞ്ഞു എന്നത്രേ. ഇനി ഇതിപ്പോ മാറ്റണം എന്നാ പറയുന്നത്. ഇപ്പോഴല്ല, കുറച്ച് നാള്. ഇത് ഊരി വെച്ച സമയത്താണ് എനിക്ക് 2 മക്കളുണ്ടായത്. എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യം നടന്നിരിക്കുന്നത് ഇത്. കാരണം നമ്മൾ ഡെലിവറിക്ക് കയറ്റുമ്പോൾ ഈ സാധനം ഇടാൻ സമ്മതിക്കത്തില്ലല്ലോ. അപ്പോൾ സ്വർണം ഈ സംഭവം ഊരി വെച്ചപ്പോഴാണ്. അപ്പൊ ഇതൊക്കെ അവനവനും വരുന്ന ഒരു വിശ്വാസത്തിന്റെ സ്റ്റോൺ ഇടുന്നത് ഓക്കെ. പക്ഷെ നമ്മള് ബെഡ് സ്റ്റോൺ എങ്ങനെ മാറിപ്പോയാ, ഇപ്പൊ എന്റേത് റൂബിയാണ്, ഞാൻ അതിന് പോലെ സഫയർ ഇട്ടാ എനിക്കിത് സംഭവിക്കും എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം. ഇത് ഊരിക്കളയാനായിട്ട് വർഷങ്ങളായി എന്നോട് പറഞ്ഞിട്ട്, പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവിടെയാണ് ആങ്സൈറ്റിയുടെ റോൾ. കാരണം മറ്റൊരു ബർത്ത് സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ എനിക്കെന്തോ മോശം വരും എന്നുള്ള ഉത്കണ്ഠ. ആ ഉത്കണ്ഠ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് മോശം വരും. കാരണം ആ ഉത്കണ്ഠ വെച്ച് നമ്മളൊരു ഡ്രൈവ് ചെയ്യുവാണെങ്കിൽ ആക്സിഡന്റ് വരും. പറഞ്ഞു മനസ്സിലായില്ലേ? മാറിയതിന്റെ പ്രശ്നമല്ല. കാരണം ആ ബർത്ത് സ്റ്റോൺ മാറിയപ്പോ നമുക്ക് ആങ്സൈറ്റി വന്നു. ആങ്സൈറ്റി വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ ശ്രദ്ധ പതറിയപ്പോ വണ്ടി എവിടെയെങ്കിലും പോയി മുട്ടി. അതിന് നമ്മൾ ഈ ബർത്ത് സ്റ്റോണോട് യാതൊരു കണക്ഷനും ഇല്ല, നമ്മുടെ ബ്രെയിനായിട്ടാണ് കണക്ഷൻ. ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ നമ്മൾ ഈ ചരടിൽ നിന്നാണ് ചർച്ച തുടങ്ങിയത്. എനിക്ക് ഇവിടെ ശബരിമലയിൽ നിന്ന് കിട്ടിയതാണ്. എൻ്റെ അമ്മയ്ക്ക് 92 വയസ്സും മദറിൻലോന് 91 വയസ്സും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതില്ലാണ്ട് തിരിച്ചു വന്ന, നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ മാനസികമായി അവർ നമുക്ക് കുറച്ച് പ്രായമാകുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് വലിയ അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഭയങ്കര ദൈവവിശ്വാസിയോ അല്ലെങ്കിൽ അന്ധമായി ദൈവത്തിനെ എല്ലാം കാക്കാൻ പറ്റുമെന്നൊരു തീരുമാനത്തിലെത്തുന്നത്. അപ്പം എങ്ങനെയൊക്കെയോ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് ഞങ്ങളിത് കൊണ്ടുവന്നിട്ട് ഏത് ബാഗിൽ വെച്ചു എന്ന് അറിയുന്നില്ല. അപ്പം അമ്മ എൻ്റെ കയ്യിൽ കണ്ടപ്പോൾ ചോദിച്ചു, മോളെ എനിക്ക് കൊണ്ടുവന്നില്ല, ഡോക്ടറാണ്.
ഡോക്ടർ, ഷീസ് എ ക്വാളിഫൈഡ് ഡോക്ടർ. എനിക്കിത് കൊണ്ടുവന്നില്ലേ? ഞാൻ പറഞ്ഞു ഉണ്ടമ്മ എൻ്റെ ബാഗിൽ. അതെന്താ അത് മോള് മാത്രം കേട്ടിട്ട് എനിക്ക് കൊണ്ടുവരാത്ത? ഇത് കേട്ടിട്ട് ഹസ്ബൻഡിന്റെ അമ്മ ഇറങ്ങി വരാ. അപ്പൊ എനിക്ക് കൊണ്ടുവന്നില്ലേ? ഞാൻ പറഞ്ഞു 2 പേർക്കും കൊണ്ടുവന്നിട്ടുണ്ട്. പൂജാരി. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടി? പൂജാരിയുടെ അടുത്ത് തന്നെ മേടിച്ചു. അവരുടെ മനസ്സിന് ആ എക്സൈറ്റ്മെന്റ് എന്നെ നിന്ന നിപ്പിൽ നിർത്തി എൻ്റെ ബാഗ് മുഴുവൻ 2 പേരും കൂടെ അരിച്ചു പറക്കി ഇത് കെട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു ആശ്വാസം. അപ്പൊ ഞാൻ പറയുന്നത് ഒരു ചെറിയ കാര്യമാണ്, പക്ഷെ ആ ഏജില് അയ്യപ്പന്റെ അടുത്തുനിന്ന് വന്ന ഒരു ചരട് കിട്ടി അയ്യപ്പസ്വാമി ഞങ്ങൾക്ക് കൊടുത്തയച്ചു. അവരൊരു നിങ്ങളുടെ അർത്ഥത്തിൽ ഒരു അന്ധവിശ്വാസിയല്ല, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് കൊച്ചു കുട്ടികൾക്കാണെങ്കിൽ പോലും ഇപ്പൊ നേരത്തെ അമ്മയൊക്കെ കയ്യിലിട്ട് തന്നു. ദാറ്റ് ടൈം യു ഡിഡ്ന്റ് സേ ദാറ്റ് ഐ ഡോണ്ട് വാണ്ട് ദിസ്. അപ്പൊ മോൾക്ക് അവരുടെ ഒരു ആശ്വാസം, മോൾക്കും ഒരു ആശ്വാസം. ഈ റിങ് ഇട്ടു. ഇത് ഇപ്പോഴാണ് നമ്മൾ അതിലേക്ക് വ്യർത്ഥതയെ കുറിച്ച് ആലോചിക്കുന്നത്. അവർക്കും ഒരു സമാധാനം, നമുക്കും ഒരു സമാധാനം. ആൾക്കാർ സമാധാനത്തിൽ ജീവിച്ചോട്ടെ. കാര്യങ്ങൾ മനസ്സിലാവുന്നേ അതാണ്. ഞങ്ങളൊരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അവിടെ നന്ദിയുടെ രൂപമുണ്ട്. അപ്പൊ എന്റെ കസിൻ സിസ്റ്റർ പറഞ്ഞു ഇങ്ങനെ നന്ദിയുടെ ചെവിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല. അപ്പൊ അത്രയും നേരം ഒരു മനുഷ്യൻ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കുട്ടി പോയി പ്രാർത്ഥിച്ചു, ഞാനും പോയി പ്രാർത്ഥിച്ചു. അയ്യോ കുറച്ച് പ്രാർത്ഥന മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു. ഇപ്പോഴാണ് ചുറ്റുമുള്ള ആൾക്കാർ നോക്കുന്നത്. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ പിറകെ ക്യൂ. ഇതാണ് വിശ്വാസം. ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, സയന്റിഫിക്കലി ചെയ്താണ്. കുറച്ച് കുരങ്ങന്മാരെ ഐസൊലേറ്റ് ചെയ്ത് ഒരു റൂമിലിട്ടു. ഒരു കോണി വെച്ചു, ഒരു ബനാനയുടെ കുറച്ച് ബനാന അവിടെ വെച്ചു, പഴക്കൊല ഇങ്ങനെ തൂക്കിയിട്ടു. അപ്പോ കുരങ്ങന്മാരെ ഇത് എടുക്കാൻ അനുവദിച്ചില്ല. ഈ കോണിയിലൂടെ ആദ്യം ആര് കയറി വരുന്നോ അവൻ ഈ പഴം കൈക്കലാക്കാം. അപ്പൊ ഇവര് തമ്മിൽ നാച്ചുറലി അടിയായി. അതിൽ നിന്ന് സക്സസ് ആയി വരുന്ന കുരങ്ങൻ ആദ്യം പഴം എടുത്തു. പിന്നെ അങ്ങനെ ആ ഗ്രൂപ്പിനെ മാറ്റി അതിൽ ഒരു കുരങ്ങനെ ഇട്ടു. അപ്പൊ അവൻ എന്ത് ചെയ്തു? അടുത്ത ഇത് കാണാത്ത കുരങ്ങന്മാർ ഇവിടെ വന്നപ്പോൾ അവൻ ഇവരെ കയറാൻ സമ്മതിച്ചില്ല. അതുപോലെ ആ ഉള്ള സെറ്റ് ഇത് കണ്ടിട്ടില്ല എന്താണ് ഇവിടെ സംഭവിച്ചത്. പിന്നെ വന്ന് എല്ലാ കുരങ്ങന്മാരും ആദ്യം കാല് പിടിച്ച് വലിക്കും മറ്റേ കുരങ്ങന്റെ ഈ പഴം എടുക്കാനായിട്ട് പോണെങ്കിൽ. അതാണ് വിശ്വാസം. നമ്മളാണോ ചെയ്തതല്ല. ഈ താലി കെട്ടിയത് നമ്മളല്ല, ഇത് എവിടെന്നോ വരുന്നു, നമ്മളത് ഫോളോ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇത് അവനവന്റെ വിശ്വാസം. ഓക്കെ, ഈ വിശ്വാസത്തിന് പക്ഷെ എഡ്യൂക്കേഷനുമായിട്ട് യാതൊരു ബന്ധമില്ല കേട്ടോ. ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളും ഈ അന്ധവിശ്വാസത്തിന് റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് മുന്നേ എന്തൊക്കെ നമ്മൾ ചെയ്യും? 4 വർഷം മുമ്പ് ചെറുപ്പശ്ശേരിയില് അമ്മ മരിച്ചുപോയി. അമ്മ ഉയർത്തെഴുന്നേക്കും കരുതി കാത്തിരുന്ന മകൾ 3 ദിവസം മകൾ കാത്തിരുന്നു. മകൾ ഹോമിയോ ഡോക്ടർ ആയിരുന്നു. കൊറോണ കാലത്ത് ചുംബിച്ച് അസുഖം ഭേദമാക്കാൻ ഇരുന്ന ആള് മരിച്ചത് കൊറോണ വന്നിട്ട് തന്നെയാണ്. ഈ ചുംബനം ഏറ്റുവാങ്ങി 200 പേരും ക്വാറന്റൈനിൽ പോകേണ്ടി വന്നു. ഇതാണ് അവസ്ഥ. അപ്പം എഡ്യൂക്കേഷനും ഇതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. മനുഷ്യന്റെ എഡ്യൂക്കേഷനിലൂടെ ഇത് കുറെ മാറ്റങ്ങളുണ്ട്. ബന്ധമില്ല എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പറഞ്ഞ പോലെ ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയൊക്കെ വിചാരിച്ചിട്ടാണല്ലോ ഇത്രയധികം അന്ധവിശ്വാസങ്ങൾ ഇവിടെ നിന്ന് പോയത്. അറിവ് കൂടും തോറും ഇത്തരം, അതായത് ശാസ്ത്രവുമായിട്ട് നമുക്ക് ആ ഒരു അറിവ് വരുമ്പോൾ നമ്മൾ ശാസ്ത്രീയമായിട്ട് ഒരു അടിസ്ഥാനമില്ലെങ്കിൽ, യുക്തിപരമായിട്ട് നമുക്കൊരു എക്സ്പ്ലനേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ അർത്ഥമില്ല. നമ്മൾ പിന്നീടെങ്കിലും തിരിച്ചറിയും. ഫോർ എക്സാമ്പിൾ, അന്ന് എക്സാമിന് പോയപ്പോൾ ഒരേ ഉടുപ്പിട്ടു എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ അതല്ല, ടീച്ചർക്ക് അറിയാൻ ഞാനന്ന് പഠിച്ചോണ്ടാ കിട്ടിയത്. അപ്പൊ ഇപ്പൊ അത് തന്നെ. അപ്പൊ നമുക്കൊരു തിരിച്ചറിവ് വന്നു, ഞാൻ പഠിച്ചാൽ, ഞാൻ നന്നായിട്ട് ചെയ്താൽ എനിക്ക് പരീക്ഷയ്ക്ക് നന്നായിട്ട് മാർക്ക് കിട്ടും എന്നുള്ള ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾക്കുള്ള സ്ഥാനം അപ്രസക്തമാവും. അത് മാത്രമല്ല, കുട്ടികൾ ചെറുപ്പത്തിൽ അവർ ചോദിക്കുന്നത് ചില ചോദ്യങ്ങളുണ്ട്. നമുക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ചോദ്യത്തിന് മറുപടി പറയില്ല, അല്ലെങ്കിൽ നീ ഇതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടെന്ന് പറയും. ആ ത്വരയെ ഇല്ലാതാക്കിക്കൊണ്ട് കുട്ടികൾ ചോദിക്കുന്നതിന് വളരെ ശാസ്ത്രീയമായി മറുപടി പറഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ. വരും തലമുറ ഇതിനെ നമ്മൾക്ക് എന്താ സംഭവിച്ചത്? നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെ മോൾഡ് ചെയ്തതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് ഈ കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ ചരടിലേക്കും അല്ലെങ്കിൽ മന്ത്രങ്ങളിലേക്കൊക്കെ ഒതുങ്ങി പോകുന്നത്. പക്ഷെ ഇനി വളർന്നു വരുന്ന കുട്ടികളിലേക്ക് അവരുടെ ചോദ്യങ്ങളെ ഒരു തരത്തിലും തടസ്സപ്പെടുത്താതെ കൃത്യമായ ഉത്തരം നൽകി. പക്ഷേ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ലെങ്കിൽ വിശ്വാസങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് നിലനിന്ന് പോകുന്ന ഒരു സമൂഹം കൂടിയാണ് നമ്മുടേത്, അല്ലേ? ഇപ്പൊ ഉരുളികമെത്തിയാൽ കുട്ടികൾ ഉണ്ടാവും വെച്ചിട്ട് ഒരുപാട് പേര് അവിടെ പോയി ഉരുളികം എത്തുന്നുണ്ടല്ലേ? അതിൽ ചിലവർക്ക് കുട്ടികളുണ്ടാവുന്നു. ഫാക്ടറും കൂടി ഉണ്ട്. ഒരുപാട് വിഷമിച്ചിരിക്കുന്ന അവര് കണ്ടെത്തുന്ന ഒരു ആശ്വാസമാണ് അവരുടെ ഒരു ആശ്വാസമാണത്. അതിപ്പോ ധ്യാനത്തിന് പോകുന്നവരും അങ്ങനെ, കൃപാസനത്തിന് പോകുന്നവര് ബസ്സിൽ കാണുന്ന അറിയാം. അപ്പോ പണ്ട് ഇങ്ങനെ നമ്മളുടെ അടുത്ത് ഈ കൃപാസനത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമുക്ക് അവരൊരു ലീഫ്ലെറ്റ് തരും. പണ്ട് ഞാൻ വാങ്ങും, അയ്യോ അവരുടെ ഇതിനെ ഹനിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് വാങ്ങും. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ചേച്ചി ഇത് എനിക്ക് ആവശ്യമില്ല, ചേച്ചി ഇത് ആവശ്യമുള്ള ആർക്കെങ്കിലും കൊണ്ടേ കൊടുക്കുന്നു. കാരണം എനിക്ക് ഇതിന്റെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. എനിക്ക് എന്നിൽ കോൺഫിഡൻസ് ഉണ്ട്. എന്റെ പ്രശ്നങ്ങൾ വരുന്ന ഒരിക്കലും അതൊരു എന്നിലുള്ള വിശ്വാസക്കുറവ് അല്ലെങ്കിൽ ദൈവം കേഴ്സ് ചെയ്തിട്ടോ അല്ല.
ഇനി അവിടെ പോയി എന്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവർക്ക് ആശ്വാസമാണ്. എത്രയോ സ്ത്രീകള് അമ്പലങ്ങളുടെ മുമ്പിൽ നിന്ന് കരയുന്ന കാണാം. അതായത് അവർക്ക് അവരുടെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആണ് അവർ അവിടെ വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിനകത്തില്ലേ നമ്മൾ തീർച്ചയായിട്ടും അതിനകത്തിലൊരു യുക്തിപരമായിട്ട് ചിന്തിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. കാരണം ഒരാൾക്ക് ഡിപ്രഷൻ വരുമ്പോൾ അവര് പിങ്ങിപ്പൊട്ടി കരയും. അതിന് പരിഹാരം ഈ പറഞ്ഞ പോലെ പത്രം വരച്ച് കുടിച്ച് ആ വെള്ളം കുടിക്കുകയെ, പത്രം ബെഡിനടിയിൽ വെച്ച് കിടക്കുകയെ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല അതിനൊരു പരിഹാരം. അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ട് അത് എന്താണോ അവരുടെ ഇമോഷണൽ ഇഷ്യൂ അതിന് പരിഹാരം തേടാൻ അവരെ ശാസ്ത്രീയമായിട്ട് പഠിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. എൻ്റെ ഹസ്ബൻഡ് ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നു. അപ്പോൾ ഈ കൃപാസനവുമായിട്ട് ഞാൻ കിടന്നുറങ്ങുകയാണ് ക്ഷീണം കാരണം. ഹസ്ബൻഡാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത് രോഗിയായിട്ട്. ഇവർ വന്നിട്ട് പറഞ്ഞു ഇതുപോലെ ഇത് അരച്ചു കുടിച്ചാൽ ഈ അസുഖം വരില്ലായിരുന്നു. ബ്രെയിൻ ട്യൂമറാണ് കേട്ടോ, സർജറി കഴിഞ്ഞ് കിടക്കുവാണേ, വരില്ലായിരുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് ഹസ്ബൻഡ് പറഞ്ഞു നീ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ഇടുക്കി സ്കോപ്പ് ഉണ്ടായേനെ, 2 പേര് വന്ന് എന്നെ കൃപാസനം അടുപ്പിച്ച് കുടിക്കാനും എന്തൊക്കെയോ ചെയ്യാനും ശ്രമിച്ചു. ഞാൻ ഇറങ്ങി ഓടി 5ാമത്തെ നിലയിൽ വെച്ച് അവരെ പിടികൂടി. അപ്പോൾ അവർ നിങ്ങളുടെ ഈ അഹങ്കാരം കാരണമാണ് നിങ്ങളുടെ ഭർത്താവിന് ഇത് വന്നത്. പിന്നെ എന്താണ് ഞാൻ പറഞ്ഞു എന്താ ഇത് ഇത്രയും സ്റ്റിച്ചൊക്കെ ഇടേണ്ടി വന്നേ. ഞാൻ പറഞ്ഞു ഇത് അരച്ചു കുടിച്ചിരുന്നെങ്കിൽ ഈ 15 സ്റ്റിച്ച് 5 സ്റ്റിച്ചും ആവുമായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ രക്തം വാർന്നു പോയി അദ്ദേഹം മരിക്കുമായിരുന്നു. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നല്ലോണം ആർഗ്യുമെന്റിലേക്ക് കയറി. കാരണം നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ ഭയങ്കരമായ ക്യാൻസറോ അല്ലെങ്കിൽ മരിച്ചു പോകാൻ കിടക്കുന്ന ആളുകളിലേക്ക് ഇത് ചെല്ലുമ്പോൾ അവർക്കൊരു ചിലപ്പോൾ സമാധാനം തോന്നുന്നുണ്ടാകാം. പക്ഷേ ഞാൻ അന്ന് അവരെ നല്ലോണം പറയുകയാണെങ്കിൽ ആ കൃപാസനത്തിൻ്റെ അവർ പറഞ്ഞത് അരച്ചു കൊടുക്കൂ ഭർത്താവിന്, അവർ കൊണ്ടുവന്നിരിക്കുന്ന വെള്ളം ടാബ്ലറ്റിനോടൊപ്പം ആ വെള്ളം കുടിക്കൂ, അപ്പൊ ഇത് വരില്ല, നമ്മൾ വന്നു പോയല്ലോ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ചൂഷണം. അത് മാത്രമല്ല കൃപാസനം ഉണ്ടല്ലോ, ഞാൻ കൃപാസനത്തിന്റെ സ്റ്റോപ്പിൽ എൻ്റെ വീടുള്ള ഒരാളാണ്. ഒരു 5 വർഷം മുന്നേ ഈ കൃപാസനത്തിനെ പറ്റി എന്നോട് ചോദിച്ചാൽ എനിക്കൊന്നും ഒരു അറിവില്ല. അതുപോലെ ആ നാട്ടുകാർക്ക് ഒരു അറിവില്ലാത്ത ഒരു സ്ഥാപനമാണ് അത്. പെട്ടെന്നാണ്. അപ്പൊ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഈ അന്ധവിശ്വാസം അനാചാരം ഒക്കെ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് വന്ന് അതിന്റെ ഒരു കസ്റ്റമൈസ് നമ്മൾ ഇങ്ങനെ പോവാന്നല്ലേ പറഞ്ഞത്. ഇത് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടായതാണ്. റിലീജിയൻ അല്ല, എല്ലാ റിലീജിയനിലും നോക്കിയാൽ ചാരിറ്റിനെ ചോദ്യം ചെയ്യണ അതേ സർക്കാർ അതേ വിഭാഗങ്ങൾ തന്നെയാണ് പ്രത്യേക KSRTC വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ KSRTC വരെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ മതവിശ്വാസത്തെ ഒരു മനുഷ്യന്റെ മതവിശ്വാസം എന്ന് പറയുന്നത് അവന്റെ അടിസ്ഥാനപരമായ അവന്റെ മൗലികാവകാശമാണ്. അതിനെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. ഒരാളും അതിനെ ചോദ്യം ചെയ്തിട്ടില്ല. എവിടെയാ ചോദ്യം ചെയ്യലുണ്ടായേ? അത് അന്ധമാകുമ്പോ, അത് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുമ്പോ അതാണ് ചോദ്യം ചെയ്യപ്പെടലും അന്ധമാണെന്നാണ് ഞാൻ പറഞ്ഞത്. കൃപാസനത്തില് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. ആ ഏരിയയിൽ താമസിക്കുന്നവരൊക്കെ അടിപൊളിയായിട്ട് ഇപ്പൊ വീടും വെച്ച് റെന്റിനും കൊടുത്ത് ആ ഏരിയ ഫുൾ ഡെവലപ്മെന്റ് ആയി. കലവൂർ ഇപ്പൊ കണ്ടാൽ നമ്മൾ ചെന്നാൽ അറിയത്തില്ല. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ചോദ്യം ആങ്കറിന് വേണ്ടി തുറന്നിടുകയാണ്. എന്തുകൊണ്ട് അവിടെ ആളുകൾ ഒന്നുമില്ലാതിരുന്ന സ്ഥലമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇത്രയും ആൾക്കാർ അവിടെ വരുന്നു, ആർക്കെങ്കിലും ഒക്കെ അവിടെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവരാഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? ഈ ഗവൺമെന്റിന് തന്നെ ബസ് സർവീസ് തുടങ്ങാൻ വേണ്ടി മാത്രം അവിടെ എന്താണ് ഇത്രയും മഹത്തായത് ഉണ്ടാവുന്നത്? അതിനെക്കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? എല്ലാം അന്ധവിശ്വാസം അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയാണ്ട് എന്തുകൊണ്ട് ഇത്രയും, ഞാൻ അവിടെ കൂടെ പോകുന്ന ആളാണ്, ആയിരക്കണക്കിന് ആൾക്കാർ ഫ്രീ ഭക്ഷണമൊക്കെ. അപ്പൊ എങ്ങനെ ഇതൊരു ഉയർന്നു വന്നു? അവിടെ എന്ത് മാന്ത്രികതയാണ്, ഇവരുടെയൊക്കെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മാന്ത്രികമായി എന്താണ് സംഭവിക്കുന്നത്, ആളുകൾക്ക് എന്താണ് ആശ്വാസം കിട്ടുന്നത് എന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ വൈകാരികതയെ ചൂഷണം ചെയ്യുന്നതാണ്. അത് ഒരു പർട്ടിക്കുലർ പ്ലേസ് നമ്മൾ കോട്ട് ചെയ്യണ്ട. നമ്മൾ ഏത് സ്ഥലം നോക്കിയാലും സത്യം പറഞ്ഞാൽ ഗവൺമെന്റ് എല്ലായിടവും വണ്ടി വിടുന്നുണ്ട്. ഞാൻ പേരുകൾ എടുത്ത് പറയുന്നില്ല. വേറെ എവിടെയുണ്ട്? ചോറ്റാനിക്കരക്ക് ഒരു സ്റ്റോപ്പില്ല. ശബരിമലയ്ക്ക് ഇരട്ടി കാശ് കൊടുത്താണ് പോകുന്നത്, അത് പറയണമല്ലോ. ഇരട്ടി കാശ് കൊടുത്താണ് ശബരിമലയിലേക്ക് പോകുന്നത്. ഇന്ന് ബ്രേക്കില്ലാണ്ട് ട്രാൻസ്പോർട്ട് പറ്റിയില്ല. രാഷ്ട്രീയ മാനങ്ങൾ
ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഞാനിതേ പറയുന്നുള്ളൂ, പറയുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിവാകണ്ട. വിഭാഷണമല്ലാണ്ട് വേറെ ഏത് സ്ഥലത്തേക്ക് അയക്കുന്നു. അല്ല, അങ്ങനെ ഒരു ഉത്തരമില്ലാണ്ട് പറയരുത്, ജനറലായിട്ട് പറയരുത്. അതേ ഞാൻ പറഞ്ഞു. വേറിട്ട് നിന്ന് ഇങ്ങനെ പറയണത് ഹൈന്ദവ വിശ്വാസങ്ങളെ അടിമുടി ചോദ്യം ചെയ്യപ്പെടുന്ന കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയമാണെന്ന് തന്നെ ഞാൻ അടിവരയിട്ട് ഒരിക്കലുമല്ല ചേച്ചിയുടെ പ്രസ്താവന അങ്ങേയറ്റം തെറ്റാണ്. ഹൈന്ദവ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന നാടേയല്ല കേരളം. കേരളം എല്ലാ വിശ്വാസികളെ ബഹുമാനിക്കുന്ന ഒരു നാടാണ് കേരളം. അങ്ങനെ ഈ രണ്ട് കാര്യത്തിന് എനിക്ക് ഉത്തരം പറയാം. വിഭാസനത്തിൽ എങ്ങനെ ഒരു സ്റ്റോപ്പ് വന്നു? ചോറ്റാനിക്കരക്ക് ഒരു സ്റ്റോപ്പില്ല. പൂർണ്ണത്രേശ്യ അമ്പലത്തിൽ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നത് എടുത്തു കളഞ്ഞു. അതെന്തുകൊണ്ടെന്ന് നിങ്ങൾ തന്നെ എനിക്ക് ഉത്തരം എന്താ? എന്നാൽ ഞാനിത് മാറ്റാം, എന്റെ ഈ പ്രസ്താവന മാറ്റാം. രാഷ്ട്രീയമാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളോട് നമുക്ക് മറുപടി നിങ്ങൾക്ക് പറയാൻ മറുപടി ഉണ്ടെങ്കിൽ പറയുക. കേരളം എന്ന് പറയുന്ന നാടിനെ ഇപ്പൊ ശബരിമലയിൽ പോകുന്ന ഒരു ഭക്തൻ വാവര് സ്വാമിയെ കണ്ട് തൊഴുതിട്ടാണ് ശബരിമലയിൽ പോകുന്നത്. അത്രയും മതേതരത്വത്തിന്റെ പൈതൃകവും പാരമ്പര്യവും ഒക്കെ ഉള്ള നാടിനെ ആ രീതിയിലൊന്നും ചിത്രീകരിക്കുന്നതിനോട് എനിക്കൊരു താല്പര്യം. അങ്ങോട്ട് ചൂഷണം ചെയ്തിട്ടില്ല. മറ്റൊരാളുടെ വിശ്വാസങ്ങളെ ഞങ്ങൾ ചോദ്യം ചെയ്യണില്ല. പക്ഷെ ഈ വിശ്വാസങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇവിടെ വോട്ട് രാഷ്ട്രീയം നിലനിന്ന് പോണതെന്ന് ഞാൻ പറയും. അയ്യപ്പസ്വാമിയും വാവരെയും കാണാൻ എന്തിന് ഇരട്ടിക്കാശ്? രണ്ട് ബിംബങ്ങൾ ഉള്ളത് കൊണ്ടാണോ ഇരട്ടിക്കാശ് മേടിക്കുന്നത്? പറയൂ. ശരിക്കും പറഞ്ഞാൽ വൈകാരികമായിട്ടുള്ള ഒരു ചൂഷണം നടക്കുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു അതിർവരമ്പിടേണ്ടത്. അല്ലെങ്കിൽ അതൊരു സാമൂഹ്യമായിട്ടുള്ളൊരു അപകടം അതിനകത്തിൽ വരുമ്പോഴാണ് അതിനൊരു അതിർവരമ്പിടേണ്ടത്. അല്ലാത്തടത്തോളം കാലം ഒരു വ്യക്തിക്ക് അത് അവൻ്റെ ഒരു ആശ്വാസത്തിനോ അല്ലെങ്കിൽ അവൻ്റെ ഒരു കോൺഫിഡൻസ് ബിൽഡിങ്ങിനോ അത് ചെയ്യുന്നെങ്കിൽ ആയിക്കോട്ടെ, അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ്. ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഇടപെടാനായിട്ട് നമുക്ക് സ്വാതന്ത്ര്യമില്ല, അത് ആ ഒരു വ്യക്തിക്ക് ഉള്ളതാണ്. പക്ഷേ തീർച്ചയായിട്ടും ഒരു വൈകാരിക മുതലെടുപ്പ്, ചൂഷണം അല്ലെങ്കിൽ ഇത്തരം മനോദൗർബല്യമുള്ളവരെ മുതലെടുക്കുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയോ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അതിർവരപ്പെടേണ്ടത് ആവശ്യമാണ്. സ്ത്രീപക്ഷം ഇന്ന് ചർച്ച ചെയ്തത് വളരെ വൈകാരികപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അന്ധവിശ്വാസം അല്ലെങ്കിൽ മതവിശ്വാസം, ഇതെല്ലാം ഓരോ മനുഷ്യരുടെയും വ്യക്തിഗതമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചർച്ചയിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആരുടെയും വിശ്വാസങ്ങളെയും ഹനിക്കുക എന്നതല്ല. എന്നാൽ ഒരു തുറന്നിട്ടൊരു സംവാദം നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ്. അടുത്ത കൂടുതൽ നല്ല സബ്ജക്റ്റുമായി എത്തുന്നതുവരേക്കും നമസ്കാരം.